Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പൊട്ടാറ്റോന്റെ സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിനെ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആവുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതുപോലെ നീഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിനെ ഞാൻ നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ കുഴച്ചെടുത്ത മാവിൽ നിന്ന് ഞാൻ കുറച്ച് പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ ബോർഡിലേക്കും നമ്മളെ കോലിലേക്കും എണ്ണ തടവിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ ആണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു ഇതുപോലുള്ള മൂടി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ ഇതുപോലെ തടവി നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങിൽ നിന്ന് ഇതുപോലെ ബോൾസ് ആക്കി എടുത്ത് ഇങ്ങനെ നടുവിലായി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതിനെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. അതിനു വേണ്ടി ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടാകുമ്പോൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഓയിലൊന്ന് ആക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ വശത്തും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇത് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.